വി.ഡി. സതീശൻ അൻവറിനെ മുട്ടുകുത്തിച്ചിരിക്കുന്നു. അതായത് അൻവർ എന്ന ഒറ്റക്കൊമ്പൻ ഇപ്പോൾ കോൺഗ്രസിന്റെ മുമ്പിൽ UDF-ന് മുമ്പിൽ മുട്ടുമടക്കിയിരിക്കുകയാണ്. അങ്ങനെ ആരെങ്കിലും നിർത്താനല്ലല്ലോ ഞാൻ MLA സ്ഥാനം രാജിവെച്ചത് എന്നൊക്കെ പറഞ്ഞ് കോൺഗ്രസിനും UDF-നും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന്റെ അവസാനത്തെ സെക്കൻഡ് വരെ തലവേദന സൃഷ്ടിച്ച അൻവർ ഇന്നിപ്പോൾ അയഞ്ഞുകൊണ്ട് ബസ്സിലെ ചവിട്ടുപടിയിലെങ്കിലും നിന്നോളാമേ എന്ന് പറയുന്നുണ്ടെങ്കിൽ, ഞാൻ അങ്ങനെ യാത്ര ചെയ്തോളാമേ എന്ന് പറയുന്നുണ്ടെങ്കിൽ, ആ അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അതിനൊരേ ഒരു കാരണം വി.ഡി. സതീശൻ തന്നെയാണ്. അൻവറിന്റെ രാഷ്ട്രീയ ഭാവി തീരുമാനിക്കേണ്ടത് അൻവറാണ് എന്നാണ് സതീശൻ പറയുന്നത്. അൻവർ ഈ സമയത്ത് ഞങ്ങളോടൊപ്പം നിന്നാൽ അൻവറിന് കൊള്ളാം, അല്ലെങ്കിൽ ഒരർത്ഥത്തിൽ അത് പോയി പണി നോക്ക് എന്ന് തന്നെയാണ്. ഷാഫി പറമ്പിൽ എന്ന വർക്കിംഗ് പ്രസിഡന്റിനെയും സണ്ണി ജോസഫ് എന്ന KPCC പ്രസിഡന്റിനെയും ഇടവും വലവും നിർത്തിക്കൊണ്ടാണ് അൻവർ എന്ന ഒറ്റക്കൊമ്പനെ സതീശൻ തളച്ചത്. ആ രംഗങ്ങൾ ഒന്ന് കാണാം. അല്ലല്ല, അത് അദ്ദേഹം തീരുമാനിക്കണം. അത് അദ്ദേഹമാണ് ഇങ്ങനൊരു അഭിപ്രായ വ്യത്യാസം പറഞ്ഞത്. അപ്പോൾ തെരഞ്ഞെടുപ്പുമായി സഹകരിക്കണോ വേണ്ടയോ എന്നുള്ള തീരുമാനം എടുക്കേണ്ടത് അദ്ദേഹമാണ്. തെരഞ്ഞെടുപ്പുമായും സ്ഥാനാർത്ഥിയുടെ പ്രചരണവുമായും അദ്ദേഹം സഹകരിച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഒരുമിച്ച് പോകും. ഞങ്ങൾ അതിൻ്റെ അത് അല്ലല്ല, അത് അദ്ദേഹം തീരുമാനിക്കട്ടെ. അദ്ദേഹം തെരഞ്ഞെടുപ്പുമായി, ഈ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പുമായി, UDF-ന്റെ പ്രവർത്തനവുമായി അദ്ദേഹം സഹകരിച്ചു പോകണോ വേണ്ടയോ എന്ന് അദ്ദേഹം എടുക്കുന്ന വ്യക്തിപരമായ തീരുമാനം. ഞാൻ പറയട്ടെ അദ്ദേഹം എടുക്കേണ്ട വ്യക്തിപരമായ തീരുമാനമാണ്. ആ തീരുമാനം അദ്ദേഹം എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ UDF-ന്റെ അഭിപ്രായം അത് അവർ വേറെ സൗഹൃദം ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് പോയത്. മുന്നണി പ്രവേശനം നടക്കുകയാണെങ്കിൽ താൻ മത്സരിക്കില്ല, അല്ലെങ്കിൽ തനിക്ക് മറച്ച് ചിന്തിക്കേണ്ടി വരും എന്നുള്ള കാര്യമാണ്. അപ്പൊ മുന്നണി പ്രവേശനം സംബന്ധിച്ച് ഒരു തീരുമാനത്തിൽ എത്തിയോ? ഞങ്ങളോട് പറഞ്ഞല്ലോ അദ്ദേഹം. ഞങ്ങളോടല്ലല്ലോ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളോടല്ല പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളോടല്ല പറഞ്ഞിരിക്കുന്നത്. ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞത്, നിങ്ങൾ എത്ര ചുഴിഞ്ഞു ചോദിച്ചാലും, ഒരു വാക്ക് നിങ്ങൾ എത്ര ചോദ്യം ചോദിച്ചാലും ഞാൻ ഈ പറഞ്ഞതിൻ്റെ അപ്പുറം ഇല്ല. ഞാൻ പറഞ്ഞതിൽ വ്യക്തതയുണ്ടല്ലോ. ഈ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പുമായി പൂർണ്ണമായി സഹകരിച്ച് പോകണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അദ്ദേഹമാണ്. അദ്ദേഹം ആ തീരുമാനം എടുത്ത് ആ തീരുമാനം പ്രഖ്യാപിച്ചാൽ ഞങ്ങൾ UDF-ന്റെ അഭിപ്രായം ഞങ്ങൾ പറഞ്ഞു. അല്ല, അതിന് ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഐ ഹാവ് മെയ്ഡ് ഇറ്റ് വെരി ക്ലിയർ. പറഞ്ഞല്ലോ, രണ്ട് സെന്റൻസ് ഒരു ചോദ്യം വേണ്ട, 2 സെന്റൻസാണ് ഞാൻ പറഞ്ഞത്. ക്ലിയർ അല്ലേ? അതിൻ്റെ അത് എന്തെങ്കിലും അവ്യക്തതയുണ്ടോ? അല്ലല്ല, അവ്യക്തത വല്ലതുണ്ടോ? ഒരു അവ്യക്തതയില്ലല്ലോ. മലയാളത്തിലെ 2 വാചകമാണ് ഞാൻ പറഞ്ഞത്. ഒരു അവ്യക്തതയില്ല. അതല്ലേ പറഞ്ഞത്, ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ വളരെ പെട്ടെന്ന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് ആ റേസിൽ ഞങ്ങൾ വളരെ മുന്നിൽ എത്തി. ഇതിനു മുമ്പ് തന്നെ ഞങ്ങൾ എത്തി, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ. ഏത് കാരണം ഞങ്ങളിവിടെ ഏകദേശം 10,000-ഓളം വോട്ടുകളാണ് ഇവിടെ മൊത്തമായി ചേർക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ 8,000-ലധികം വോട്ടുകൾ ചേർത്തത് UDF-ആണ്. വാഗമൺ സ്പൈസസ്, വാഗമണിലെ എല്ലാ ഒറിജിനൽ പ്രോഡക്ട്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കീഴിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ മുൻവശത്ത്. കശുവണ്ടി, കുരുമുളക്, ഗ്രാമ്പു, ഏലക്ക, പട്ട, കാഷ്യൂനട്ട്, നട്ട്സ്, ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ്. ഞങ്ങളുടെ സഹോദര സ്ഥാപനം വാഗമൺ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് ഡ്രിങ്ക്സ് വാഗമണിൽ ചോറ്റുപാറയിലും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. വാഗമണ്ണിൽ തുടങ്ങിയ വാഗമൺ സ്പൈസസിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു.